ജമ്മു കാശ്മീരിലേക്ക് പോയാൽ ഇന്ത്യ സഖ്യത്തിന് 34 ഇടങ്ങളിൽ ലീഡ് ചെയ്യുകയാണ്. അവിടെ ഇന്ത്യ സഖ്യത്തിന് തേരോട്ടം നടക്കുമെന്ന് അറിയില്ല. കാശ്മീർ മാർക്ക് 36, ഇന്ത്യ സഖ്യത്തിന് 36. തേരോട്ടം. ഒരു കാര്യം ചെയ്യാം, ബൽറാം നെടുങ്ങാടി അവിടെ ആവേശഭരിതനായിട്ട് നിൽക്കുന്നുണ്ട്. ബൽറാം പറഞ്ഞോളൂ, ആവേശം കളയണ്ട, പറഞ്ഞോളൂ. ജമ്മു കശ്മീരിൽ ഇത്തവണ നിർണായക പോരാട്ടമാണ്. അതിന്റെ ഒരു ആവേശം നമുക്ക് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും കാണാം. തണുപ്പുണ്ട് എങ്കിൽ പോലും ആളുകൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ അടക്കമുള്ളവർ ഇവിടെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ ദൃശ്യങ്ങൾ ശ്രീനഗറിലെ ഷേറി കശ്മീർ കോൺഫറൻസ് സെന്ററിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ ദൃശ്യങ്ങളാണ്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ വോട്ടെണ്ണലിനോടനുബന്ധിച്ച് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ നൽകുന്നുണ്ട്. വൻതോതിലുള്ള ത്രിതല സുരക്ഷ തന്നെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ഒരുക്കിയിരിക്കുന്നു. ഇതൊന്നും എന്നാൽ ഈ വോട്ടെണ്ണലിന്റെ ആവേശത്തെ ഒട്ടും ചോർത്തുന്നില്ല. നിലവിലിപ്പോൾ ആദ്യ ഫലസൂചനകൾ വരുമ്പോൾ നേരത്തെ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ സൂചിപ്പിച്ചതിന് സമാനമായ തരത്തിലുള്ള അത് തന്നെയാണ് നമുക്ക് കാണാനാകും. NC കോൺഗ്രസ് സഖ്യം മുന്നിലാണ്. എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ BJPയും ഉണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. PDP എണ്ണം കുറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 2014 തിരഞ്ഞെടുപ്പിനേക്കാൾ ഏറെ പിന്നിലാണ് PDP എങ്കിൽ പോലും നിർണായക ശക്തിയായി ഇത്തവണ PDP മാറും എന്ന തരത്തിൽ തന്നെയാണ് ഈ ഫലസൂചനകൾ വന്നു തുടങ്ങുമ്പോൾ തന്നെ ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. അത്യന്തം വാശിയേറിയ ഒരു പോരാട്ടമാണ് ഇത്തവണ ജമ്മു കശ്മീരിൽ നടന്നത്. രാവിലെ മാധ്യമങ്ങളെ കണ്ട ഒമർ അബ്ദുള്ള തന്നെ ഇക്കാര്യം വ്യക്തമാക്കി. കനത്ത പോരാട്ടമാണ് നടന്നത് എങ്കിൽ പോലും തങ്ങൾക്ക് ജയിക്കാൻ ഹരിയാനയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഹരിയാനയിലെ BJP മന്ത്രിമാരെല്ലാം പിന്നിൽ, മുഖ്യമന്ത്രി അടക്കം ഭരണവിരുദ്ധ വികാരം വിജയകുമാർ, നമ്മുടെ ആഷ്മിക്ക് പിന്നെ ഒരു പ്രശംസ വന്നിരിക്കുന്നു. ഞാൻ വായിക്കണോ? അതായത് ആഷ്മി അൻവറിന്റെ കഴുകാൻ കുട്ടികളുടെ കാര്യമാണ് നമുക്കത് പറയാനും, പ്രായമുള്ളവരെ പറയാൻ പാടില്ല. അത് പിൻഭാഗം കഴുകാൻ പോയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വാർത്തയല്ലേ അൻവറാണെങ്കിലും അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുന്നു കഴുകാൻ അല്ലേ? എന്തായാലും ആ പ്രേക്ഷകന്റെ പ്രശംസ നമ്മൾ ഉൾക്കൊള്ളുന്നു അല്ലേ? താങ്ക് യു. അപ്പൊ നമ്മൾ ഓവർ ടു ഹരിയാന. ഹരിയാനയിൽ BJP ഹരിയാന 54 ഇടങ്ങളിൽ കോൺഗ്രസ് കൊടുങ്കാറ്റ് അടിച്ചുവിട്ടിരിക്കുന്നു. കൊടുങ്കാറ്റൂതിയ ഹരിയാന 54 ഇടങ്ങളിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. BJP 29. 46 മണ്ഡലങ്ങൾ ലീഡ് കിട്ടിയാൽ അല്ലേ കേവല ഭൂരിപക്ഷമായി. അവിടെ മറ്റുള്ള സ്വതന്ത്രന്മാർ 5 ഉണ്ട്, INLD 2 ഉണ്ട്, JJPക്ക് ഒന്നുമില്ല. വട്ടപൂജ്യം എന്ന് ആത്മീയുടെ വാക്കുകൾ. JJP ഒരു സമയത്ത് അവിടെ പ്രോമിസിംഗ് വന്ന പാർട്ടിയാണ്. കരുത്തരായ ആൾക്കാരായിരുന്നു. അതിഭീകര കരുത്തോടെ വന്ന് 10 സീറ്റ് കഴിഞ്ഞോണ്ട് പിടിച്ചാണ്. ഇത്തവണ വട്ടപൂജ്യമാണെങ്കിൽ അവർ പിന്നീട് അവർ രാഷ്ട്രീയ മത്സരം 55 ഹരിയാനയിൽ 55 23 BJP 19 അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. ഈ നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നെങ്കിൽ അവിടെ കർഷകരുടെ ട്രാക്ടറിൽ കോൺഗ്രസ് ഇന്ത്യ സഖ്യം 38, BJP 28. ഇത് ജമ്മു കാശ്മീരിലെ ചിത്രം. 38 ഇന്ത്യ സഖ്യം, BJP 28 BJP. ഇനി ഹരിയാനയിലേക്ക് 58-19 BJPക്ക് 19. അപ്പൊ 58-19. ഇനി സംശയം വേണ്ട, ഹരിയാനയിൽ BJPക്ക് 19, കോൺഗ്രസ് 58. കൊടുങ്കാറ്റ് ഊതുന്ന ഒരു സംസ്ഥാനമായി ഹരിയാന മാറുന്നു. കൊടുങ്കാറ്റ് അടിക്കുക. ചില എക്സിറ്റ് പോളുകളിൽ കോൺഗ്രസിനോട് 60-65 സീറ്റുകൾ വരെ പ്രവചിച്ചിരുന്നു. കൂടെ അദ്ദേഹത്തിന്റെ കണക്കനുസരിച്ച് 65 സീറ്റാ പറഞ്ഞത്. അപ്പോൾ അതിലേക്കൊക്കെ എത്തുമെന്ന് തോന്നുന്നു. അതായത് കൂടെ ചരിത്രം എഴുതുന്നു.
കൂട മുഖ്യമന്ത്രിയാകാൻ സാധ്യത പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ നമ്മൾ കൊടയുടെ കാര്യം പറയുമ്പോൾ കൂട ഭരണത്തിന്റെ കാര്യം പറയുന്നു. കൊടയും കൂടയും. ഇപ്പൊ സമയം 8:44 ആവുന്നു. 8:45 എന്ന് പറയുന്നത് ഒരു ട്രെൻഡിങ് സമയമാണ്. എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് വരുന്നത് ഹരിയാന പിന്നെ മാറുകയാണോ, കുറയുകയാണോ, കൂടുകയാണോ, കുറയുകയാണോ, കൂടുകയാണോ? പെട്ടെന്ന് വാ വാ വാ. 54 54 29 29ലേക്ക് 19 സീറ്റ് കൂടി ബിജെപി. 10 സീറ്റ് കൂടി ശക്തിയായിട്ട് പറയാം. ബിജെപി 29 That was from Haryana. Okay. കോൺഗ്രസ് 62, SKN 62. ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുകയാണ്. മാത്രമല്ല ഈ ഭീകരമായ ഒരു വെള്ളി വീണു. ഞാൻ നാക്കിറങ്ങി പോയോ. അവിടെ ഹരിയാനയിലെ കോൺഗ്രസിന്റെ തേരോട്ടമാണ്. ഭൂപീന്ദർ സിംഗ് ഹൂഡ പുതിയ മുഖ്യമന്ത്രിയാകാൻ തയ്യാറെടുക്കുന്നു. 10 വർഷത്തിന് ശേഷം ബിജെപിയെ കടമുഴക്കി ഇറങ്ങി ഹരിയാനയിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുന്നു. ഹരിയാനയിൽ 62 മണ്ഡലങ്ങളിൽ ഇപ്പോൾ കോൺഗ്രസ് സഖ്യം ലീഡ് ചെയ്യുന്നു. രാഹുൽ ഗാന്ധിക്ക് ചിരിക്കാം. കോൺഗ്രസ്സുകാർക്ക് മുഴുവൻ ചിരിക്കാം. KC വേണുഗോപാലിനും ചിരിക്കാം. എനിക്ക് 4 കൂടെ എനിക്ക് ചിരിക്കാം. 4 കൂടെ തരും. KPCC ആസ്ഥാനത്ത് നിന്ന് കെ സുധാകരനും ചിരിക്കാം. AIC ആസ്ഥാനത്തേക്ക് മഞ്ഞളെടുക്കളുടെ ട്രക്ക് കണക്കിന് ലോഡുകൾ പോവാ. ഒരുപാട് കളർ മഞ്ഞ തന്നെയാണ്. മഞ്ഞ ഒരുപാട്